ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ്പ്ലേയിലല്ല, മിനി വേൾഡിലല്ല, HMSMBയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നെന്താണെങ്കിലും ചെയ്യാൻ പോകുന്നത് കുറേ പരിപാടിയുണ്ട് ഗൈസ്. ഞാൻ വീഡിയോസിൽ പകുതിയും ചെയ്തിട്ടില്ല, ഞങ്ങളെല്ലാവരും ഓഫ് ക്യാമറ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ ഓഫ് ക്യാമറയിലാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് വീറ്റ് ഫാർമായിരുന്നു കേട്ടോ. വീറ്റ് ഫാർം അങ്ങ് ചെയ്തു. വിളഞ്ഞ് നിൽക്കുന്ന വീറ്റ് ഫാർം കണ്ടു ഗൈസ്. അപ്പോൾ വീറ്റ് ഫാർം ചെയ്തു. അതിനുശേഷം പംകിൻ ആൻഡ് മെലൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് പംകിൻ ആൻഡ് മെലൻ ഇഷ്ടംമാതിരി നല്ലവണ്ണം ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതാണ്ട് കുറേ ടൈപ്പ് കളർ ആടുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെതർ പോർട്ടിലെ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞൂടാ, അത് എന്താണ് ഈ അൺലോക്കാണ്, പക്ഷേ ലോക്ക്ഡാണ്, അൺലോക്കല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഏതാണ്ട് ഇവിടെ ബാമ്പ് ഞങ്ങൾ നട്ടിട്ടുണ്ട് ഗൈസ്. ബാമ്പു ഈ ചാർജ് ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഞാൻ വീഡിയോസ് എടുക്കുള്ളൂ. ബാമ്പു നട്ടിട്ടുണ്ട്, ബാമ്പു. പിന്നെ നമ്മൾ ചെയ്തത് ഓക്കെ, നമ്മൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഇതുകൊണ്ട് നമ്മുടെ മീനുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. മീനുക്കുട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ബോൺവിൽ ഫാർം ഉണ്ടാക്കുന്നുണ്ടോ, സിമ്പിൾ ബോൺവിൽ ഫാർം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഇച്ചിരി ഷുഗർ കേൻ നട്ടിട്ടുണ്ട്, കേൻ. പിന്നെ നമ്മൾ പേപ്പേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. ഓക്കെ, നൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ജാവ മൈൻക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ബെഡ് റോക്ക് എഡീഷനിൽ കളിക്കുന്ന ഒരു വ്യക്തി ജാവ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ, സർവറിൽ ജാവ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ അത് ജാവ മൈൻക്രാഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് ബെഡ് റോക്കിൻ്റെ നമ്മൾ ബെഡ് റോക്കിൽ കൂടെ കയറിയാൽ ഇത് ജാവ മൈൻക്രാഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് വർക്കിംഗ് ആവും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് 3 ബെഡിൻ്റെ ആവശ്യമുള്ളൂ. ജാവ മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് 3 ബെഡിൻ്റെ ആവശ്യമുള്ളൂ. സിമ്പിൾ മെത്തേഡൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് കുട്ടികളുടെ കൂടെ ഞാനിപ്പോൾ വീടാൻ കുട്ടികൾ വീണത് നേരെ താണ്ട് ഓക്കെ, ഇതാണ്ട് ഇവിടെ വന്ന് വീഴും. ഇവിടുന്ന് അവന്മാർ വലുതേ ആ വെള്ളത്തിൽ തട്ടിയിട്ട് അവന്മാർ നേരെ ഇവിടെ വന്ന് ചാടും. അങ്ങനെ ഇവിടെ 2 പേരുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് ആവശ്യമുള്ള അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ അങ്ങോട്ട്. പിന്നെ അതേപോലെ അവിടെ അയങ്കോളം എന്താണ്ട് അതിൻ്റെ പൊക്കത്ത് അയങ്കോളം സ്പോണായിട്ട്. ഇവിടെ അയങ്കോളം താനെ ചാവുന്നോ, ഗ്ലിച്ചടിച്ച് ചാവുന്നതാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇന്നലെ കണ്ട് അയങ്കോളത്തെ കൊല്ലാൻ വേണ്ടിയായിട്ട് സെറ്റ് ചെയ്ത പരിപാടി കേട്ടോ. എന്നിട്ടോ ഞാൻ ചാവും ചെയ്ത്. ഒരു അയങ്കോളത്തെ കൊല്ലും ചെയ്തു, ഒരു അയങ്കോളം എന്നെ കൊല്ലും ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇത്. ഓക്കെ, നമുക്ക് എന്താണ് അയങ്കോളം ചാവുമല്ലേ, അപ്പോൾ അതിനെയും കൂടെ ഒന്ന് എടുത്തേക്കാം. പിന്നെ ഞങ്ങളിവിടെ ചില്ലറ പരിപാടിയൊക്കെ ആട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പൊതുവേ വീഡിയോസിൽ കൂടെ വരുമായിരിക്കും. ഈശ്വര, ഇവൻ ചത്തില്ലേ? ഓടിക്കോ ശിവൻകുട്ടി, ഇത് ഞാൻ വിചാരിച്ച സ്ഥലമല്ല. ഓക്കെ, സേഫാണ്. വീണ്ടും ഒരു ബ്ലോക്ക് ഇടുക, എന്നിട്ട് ഇതെടുക്കുക. ബ്രോ എന്താണ് മറ്റേ നീ എന്നെ തല്ലാറായോ? 2.5 ആർട്ടിൽ ഞങ്ങൾ. ഓക്കെ, അവനെയും നമ്മൾ കൊന്നിട്ടുണ്ട് ടൈസ്. ഓക്കെ, ഫുഡില്ല, ഫുഡ് കണ്ട അടുത്ത അയങ്കോളം. ഈ മറ്റേ ജാവ മൈൻക്രാഫ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ഒരു അയങ്കോളത്തെ കൊടുന്ന അടുത്ത അയങ്കോളം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അയൺ ഒരു ക്ഷാമം ഉണ്ടാവില്ല ടൈസ്. ഇപ്പോൾ തന്നെ 13 അയണുണ്ട്. ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചിട്ട് നിങ്ങളെ വേറൊരു സംഭവം കൂടെ കാണിക്കാം ടൈസ്.
ഓക്കെ, വേറൊരു സംഭവം കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത. ഇതെന്താ ഡേ ഗ്ലിച്ചാ? ലോഡിങ് ആവുന്നില്ല, അവൻ ലോഡാവുന്നില്ല ഗൈസ്. എന്തോ പ്രോബ്ലം ഉണ്ട്, ലോഡാവുന്നില്ല ഗൈസ്. അപ്പോൾ അത് ഇച്ചിരി ലോഡിങ് ആവണം. ലോഡിങ് ആയിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഈ അയംകുളത്തും കൂടെ തല്ലി കൊല്ലുന്നില്ല. ഞാൻ മോബ് ഫാർം കാണിക്കാൻ, വേറെ ഒന്നുമില്ല ഗൈസ്, മോബ് ഫാർം കാണിക്കാനായിരുന്നു. അത് പിന്നെ ഒരു എപ്പിസോഡിലാവാം. എനിക്ക് ഇച്ചിരി അയൺ സ്മെൽറ്റ് ചെയ്ത് വെക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് സ്മെൽറ്റ് ചെയ്ത് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഫാർമുകളൊക്കെ ചെയ്യുന്നൊന്നും ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഓഫ് ക്യാമറയിലായിരിക്കും ഗൈസ്, അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അയൺ ഓറൊക്കെ എടുത്ത് സ്മെൽറ്റ് ചെയ്ത് തന്നെ. ഇത് നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് ബ്രീഡറോ സോറി, ഇത് നമ്മുടെ അയൺ ഫാർം ഉണ്ടാക്കാൻ ഓക്കെ, ഞാൻ ഇച്ചിരി ഓവറാവുന്നുണ്ട്. അയൺ ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്ര സിമ്പിൾ പറയാനുള്ളതാണ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി പറഞ്ഞ്. ഓക്കെ, അപ്പോൾ സനീഷ് എന്തൊക്കെയോ അയക്കുന്നുണ്ട്, ഞാനൊന്നും വായിക്കുന്നുമില്ല, അവനും തിരിച്ചയക്കുന്നില്ല. ടേസ് വീഡിയോ എടുക്കുന്നുണ്ട്. മിക്കവാറും ആ ചക്കന് ദേഷ്യം കയറി ഇറങ്ങി തോന്നവന് പാവം ഗൈസ്. ഒന്നും കൂടെ 2 അയൻകോളം നൈസ്. നൈറ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 അയൻകോളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അവൻ അവിടെ കുടുങ്ങിപ്പോയി തോന്നുന്നു ഗൈസ്. എന്തോ ഒരു ബഗ്ഗാണ്. അവൻ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. അവൻ കുടുങ്ങിപ്പോയേ, ബഗ്ഗായിട്ടുണ്ട്, അവൻ കുടുങ്ങിപ്പോയി. ആർക്കറിയാം ഗൈസ് എന്താ പ്രോബ്ലം എന്ന്. നമുക്കറിയില്ല ഇനി വേറെ ആൾക്കാരെ എന്ത് ചെയ്തോന്ന്. ആൾക്കാർ ഏതൊന്നല്ല, എന്തോ ഒരു ഗ്ലിച്ചാണെന്നാണ് എൻ്റെ ഒരു. ഓക്കെ, ഇവിടെ നിന്നും പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. അതന്നെ, ലോഡാവുന്നില്ല ഗൈസ്. ഓക്കെ, ലോഡാവുന്നില്ല. ഇതൊന്നും കാണാതെ നടന്നിട്ട് കാര്യമില്ല ഗൈസ്. ലോഡാവുന്നില്ല. ഇത് എൻ്റെ കംപ്ലൈൻറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പിന്നീട് അത് ഒന്നും കൂടെ ഓഫ് ക്യാമറയിൽ നിന്ന് തിരിച്ച് കയറേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അവൻ എൻ്റെ പുറകെ ഉണ്ട്, എന്നിട്ടും എനിക്ക് ഗ്ലിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ കാര്യം. ഓക്കെ, എൻ്റെ ആർട്ടൊക്കെ വളരെ കുറവാണ്. ഒരു അയംകുളത്തും കൂടെ തല്ലി കൊന്നിട്ട് വീഡിയോ അവസാനിപ്പിച്ചാലോ? ഏത് വൈബ്. എവിടെ ഞാൻ പില്ലറുണ്ടാക്കും. ഓയ്യോ എടാ, ഇത് നമ്മുടെ ഇതിനകത്തത്തെ പോലെ അല്ല കേട്ടോ. ഏത് ബെഡ് റോക്കിലെ പോലെ അല്ല ഇവിടുത്തെ അയംകോളം. അയംകോളം വന്നില്ല എൻ്റെ കൂടെ. ആയി ശരി. ഞാൻ കുറേ ദൂരത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വരൂലേ പിള്ളേടേ. എടേ, എനിക്കൊരു സ്റ്റോപ്പ് കിട്ടുന്നില്ല. ഇവിടെ ചാടിയാലോ? വേണ്ട, ഇവിടെ ചാടിയാൽ പണി കിട്ടും. എവിടെ അവനവിടെ ചാടിക്കിടന്നുള്ളൂ താഴോട്ട്. സനീഷിൻ്റെ കൂടെ പോയോ? സനീഷ് അവനെ കൊല്ലുന്നുണ്ട്. ഞാനും കൂടെ ഒരു അടിച്ചല്ലോ. അവൻ സനീഷിനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് അടിക്കട്ടെ. ഓക്കെ, അവനെയും കൊന്നു. അവൻ്റെ കിട്ടിയോ? സനീഷിനെ എനിക്ക് ഗ്ലിച്ചായിട്ടാണ് കേസാണെന്ന്. യെസ്, നെറ്റിന് എന്തോ ചെറിയ പ്രോബ്ലം വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, അടുത്ത ഫ്രണ്ട്സ് കയറുമ്പോൾ എന്നുവെച്ചാൽ ഞങ്ങൾ ടീമിൽ 4 പേരാണല്ലോ. അപ്പോൾ അവർ കയറുമ്പോൾ അവർക്ക് അയൺ എടുക്കാൻ സുഖത്തിന് വേണ്ടി ഞാൻ ഇത് ഫുള്ളായാലോ, ഞാൻ ഇതിനകത്ത് അയൺ വെക്കാട്ടെ. സനീഷ് കാണുമായിരിക്കും ഇതിനകത്ത് അയൺ വെക്കുന്നത്. ഇതിനകത്ത് എല്ലാ ബ്ലോക്കും വെച്ചേക്കാം. കുറേ 5, 4 ഒക്കെ ആയിട്ട് എൻ്റെ കുറേ ബ്ലോക്ക് ഉണ്ട്. ഇച്ചിരി
ഡേറ്റ് എടുത്ത് വെക്കണം ഗൈസ്, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമല്ലോ ഡേറ്റിനൊക്കെ കൊണ്ട്. ഡേറ്റ് അതുകൊണ്ട് 24 hours കയ്യിൽ വേണം. ഞാൻ ആരോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കയ്യിലുണ്ട് സംഭവം. ഓക്കെ, എന്താണെങ്കിലും ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതായിരുന്നു. ഒരു ഫുഡും കൂടെ എടുത്തോ കട കയ്യിൽ. ഫുഡ് നേരെ ചവന അടിയുണ്ടെന്ന്. ഓക്കെ, ഒരു ആപ്പിൾ വേണ്ട, ആപ്പിൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വെച്ചേക്കുന്നതായിരിക്കും, അതുകൊണ്ട് ആപ്പിൾ എടുക്കുന്നില്ല. ഇതിനകത്ത് 21 ആപ്പിളുണ്ട്, ഇതിനകത്ത് 3 ആപ്പിളുണ്ട്. ഇതെന്തുവാടെ ആപ്പിളിൻ്റെ അടി? അയ്യോ ഇതും വേണ്ട. വീറ്റ് എടുത്തിട്ട് ഇച്ചിരി ബ്രെഡ് ഉണ്ടാക്കടേ. ഓക്കെ, ഞാൻ ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചോളാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഹാർഡ് കോർ ആയിരിക്കും കേട്ടോ. ഓക്കെ.